ഫിഫ വേൾഡ് കപ്പ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാവരും ആ ഒരു ആവേശത്തിലായിരിക്കാമല്ലോ. എന്നാൽ ഈ ഒരു വേൾഡ് കപ്പ് ട്രോഫി ഒരിക്കൽ മോഷണം പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെയൊന്നും നടന്നിട്ടുണ്ട്. 1966 വേൾഡ് കപ്പ്, അന്ന് അത് ഇംഗ്ലണ്ടിലാണ് ഹോസ്റ്റ് ചെയ്യുന്നുള്ളത്. വേൾഡ് കപ്പ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇവര് ഒരു എക്സിബിഷൻ വെക്കാണ്. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ഈ ട്രോഫി കാണുകയും നോക്കി പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നോക്കുന്ന സമയത്ത് ഈ ട്രോഫി അവിടെ മിസ്സിംഗ് ആണ്. സംഭവം ഒന്നുമല്ല, മോഷണം പോയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഇംഗ്ലണ്ട് ഗവൺമെന്റിനും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡിനെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രഷറും അതുപോലെ തന്നെ വിമർശനങ്ങളും വരെയാണ്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ റോഡിലും മറ്റു എല്ലായിടത്തും ഇവർ അന്വേഷിക്കുകയാണ്. പക്ഷെ ഇവർക്ക് ഈ ട്രോഫി കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം പിക്കിൾസ് എന്ന് പറയുന്ന ഒരു നായക്ക് ഒരു സാധനം പൊതിഞ്ഞു മൂടി കിടക്കുന്നതായി കാണാൻ സാധിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഓണർ എടുത്ത് ആ സാധനം നോക്കുന്ന സമയത്ത് ദേ കിടക്കുന്നു വേൾഡ് കപ്പ് ട്രോഫി. അങ്ങനെ പോലീസിനും മറ്റാർക്കും കണ്ടെത്താൻ പറ്റാത്ത ഈ ഒരു ട്രോഫി ഈ ഒരു പിക്കിൾസ് എന്ന് പറയുന്ന ഒരു നായക്കുട്ടിയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് കൂടി ഓർക്കണം. അങ്ങനെ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അൺബിലീവബിൾ ആയിട്ടുള്ള നടന്ന ഒരു സംഭവമായിരുന്നു ഇതെന്ന് പറയുന്നത്. ആ ദിവസത്തിന് ശേഷം പിക്കിൾസ് എന്ന് പറയുന്ന ആ ഒരു ഡോഗ് ഫുട്ബോൾ ചരിത്രത്തിലെ ഹീറോ ആയി മാറുകയാണ്. പക്ഷേ ആ വേൾഡ് കപ്പ് ട്രോഫി ആരാണ് അവിടുന്ന് മോഷ്ടിച്ചതെന്ന് ഇന്നും മിസ്റ്റീരിയസ് ആയിട്ട് തന്നെ കിടക്കാണ്. അത് ആർക്കും കണ്ടെത്താനോ മറ്റൊന്നും കഴിഞ്ഞിട്ടില്ല.